എല്ലാവർക്കും നമസ്കാരം. ജഗത് ജയപ്രകാശാണ് കൂടെയുള്ളത്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാനഡയിൽ വരുന്ന കുറച്ചധികം മാറ്റങ്ങളെ കുറിച്ചാണ്. അത് ഏറ്റവും പ്രധാനമായും നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ഒരുപാട് വിദ്യാർത്ഥികൾ കാനഡയിൽ പഠനാവശ്യങ്ങൾക്കായും ശേഷം അവിടെ PR ലഭിക്കുമെന്ന വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് പോയിട്ടുണ്ട്. കാനഡയിൽ പ്രധാനമായും പെർമനന്റ് റെസിഡൻസി കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഡിജിറ്റൽ പെർമിറ്റുകൾ ലഭിക്കാറുണ്ട്. അതിലൊന്നാണ് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ, മറ്റൊന്നാണ് ടെമ്പററി റെസിഡൻസ് വിസ എന്നിവയൊക്കെ. അതായത് കാനഡയിലുടനീളം സഞ്ചരിക്കാനും കാനഡയിൽ പ്രവേശിക്കാനും നിങ്ങൾ അവിടെ ഒരു വിദ്യാർത്ഥിയായിരിക്കെ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ മേൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. ഇത്തരമുള്ള കാര്യങ്ങൾ ഒരു ബോർഡർ ഒഫീഷ്യൽ ആൾക്ക്, അതൊരു അതോറിറ്റിക്ക് വേണമെങ്കിൽ പരിശോധിച്ച് നിങ്ങളുടെ പെർമിറ്റുകൾ റദ്ദാക്കാം എന്ന തരത്തിൽ പുതിയ നിയമ ഭേദഗതികൾ കാനഡയിൽ വരുന്നു. ഇന്ത്യൻ വിദ്യാർത്ഥികളെ, മലയാളികളെയൊക്കെ ഒരുപാട് ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണത്. ഇത് എങ്ങനെ വിദ്യാർത്ഥികൾക്കിടയിൽ മാറ്റം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇനിയുള്ള ഭാവിയിൽ ഇത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്, ഏത് ഗ്രൗണ്ടിലാണ് ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത്, ഇതെങ്ങനെയാണ് സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീമിനെയൊക്കെ ബാധിക്കുക തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ജഗത് പറയും. പുതിയ തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു എനിക്കൊന്ന് ഒരു 6 ദിവസം 7 ദിവസം മുന്നേ ഒരാഴ്ചയായി കാണുമെന്ന് തോന്നുന്നു. ഒരാഴ്ചക്കകത്ത് ഒരു പുതിയൊരു വാർത്താക്കുറിപ്പ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഗസറ്റിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. IRCCയുടെ സൈറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് കാനഡയുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ വിശദാംശങ്ങൾ എടുത്ത ശേഷമാണ് ഞാനിപ്പം ഇതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിലവിൽ സ്റ്റഡി പെർമിറ്റ്, വർക്ക് പെർമിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടിരിക്കുന്ന ഒരു ഡോക്യുമെന്റ്സുകൾ വേണമെങ്കിൽ അവർ വെരിഫൈ ചെയ്ത ശേഷം അവർക്കത് ക്യാൻസൽ ചെയ്യാൻ, അതായത് ആ ഉദ്യോഗസ്ഥന് ഒരു ഉദാഹരണം സെനാരിയോ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന അല്ലെ ഇവിടെ പഠിക്കുന്ന ഒരാള് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വാലിഡ് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഒരു പുതിയ ഒരു മാറ്റം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്കൊരു വിശ്വാസം. കാരണം എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പല കുട്ടികളും ഇവിടെ വന്ന ശേഷം പഠിക്കാതെയോ അല്ലെന്നുണ്ടെങ്കിൽ പഠനത്തിൽ അല്ലെ എൻറോൾ ചെയ്യാതെ തന്നെ ഇവിടെ ചില ജോലികൾ ചെയ്യുന്നതായിട്ടോ അങ്ങനത്തുള്ള ചില ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ട്രേസ് ചെയ്യാനും അങ്ങനെ ഇപ്പം ഒരാൾ ഇവിടെ വന്നു, അപ്പം അവിടെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നത് ഒരു വിസ, ഒരു ETA എന്ന് പറയും, ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് ആണ് നമുക്ക് തരുന്നത്. ആ ഡോക്യുമെന്റ് നമുക്ക് ഇന്ത്യയിൽ വെച്ച് നമ്മുടെ പാസ്പോർട്ടിനകത്ത് നമുക്ക് അടിച്ചു തരും. അപ്പൊ ആ പാസ്പോർട്ടുമായിട്ട് നമ്മൾ ഒരു കാനഡയുടെ ഇവിടെ പോർട്ട് ഓഫ് എൻട്രിയിൽ വരുമ്പം പ്രധാനപ്പെട്ട എയർപോർട്ട്, ഇപ്പൊ ടൊറന്റോ ആണെങ്കിൽ അല്ലെങ്കിൽ വാൻകൂവറോ അല്ലെങ്കിൽ മോൺട്രിയലോ പുറത്തുള്ള സ്ഥലങ്ങളിൽ വന്നിറങ്ങുമ്പോൾ അപ്പൊ അവിടെ നമ്മൾ കുറച്ചു നേരം ഈ ഒരു പ്രോസസ് ഉണ്ട്, ഇമിഗ്രേഷന്റെ പ്രോസസ് ഉണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത ശേഷം നമ്മളുടെ വിസയ്ക്കകത്ത് നമ്മുടെ പാസ്പോർട്ടിനകത്ത് അടിച്ചേക്കുന്ന ഡോക്യുമെന്റ് അനുസൃതമായിട്ട് നമുക്കൊരു സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അവിടുത്തെ അവിടുത്തെ ഓഫീസർ നമുക്ക് ഇഷ്യൂ ചെയ്യും. അപ്പൊ അതൊരു പ്രോസസ്സാണ്. അപ്പൊ ആ വർക്ക് പെർമിറ്റ് ആണ് നമ്മളുടെ ഇവിടെ വർക്ക് ചെയ്യാനും ബാക്കിയുള്ള ലീഗൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലീഗൽ ഡോക്യുമെന്റ്. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിവിടെ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ എടുക്കണം, അങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് വളരെ ക്രൂഷ്യലാണ്. അപ്പൊ ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാനഡയിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അല്ലാതെ നമ്മുടെ ഈ വിസ, ഈ പാസ്പോർട്ടിനകത്ത് അടിക്കുന്ന ഡോക്യുമെന്റ് മാത്രം, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ നമ്മുടെ. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ കാനഡയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൽ വന്നിരിക്കുന്നവർക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് അവരുടെ നിയമ സാധുത. പിന്നുള്ളത് PR കിട്ടിയ ആൾക്കാരാണ്. PR കിട്ടിയ ആൾക്കാർക്ക് അവർക്ക് PR കാർഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ സിറ്റിസൺസ് ആണ് ഒബ്വിയസ്ലി. പിന്നെ PR കിട്ടിയ ശേഷം നമുക്ക് പിന്നെ സിറ്റിസൺഷിപ്പ് അപ്ലൈ സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്ത് കനഡിയൻ പാസ്പോർട്ട് എടുക്കാം. അപ്പം ഇന്ത്യൻ പാസ്പോർട്ട് ക്യാൻസൽ ആയിട്ട്. അപ്പൊ ഇങ്ങനത്തുള്ള സാഹചര്യത്തിൽ ഈ സ്റ്റുഡന്റ് ആൻഡ് വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് ചിലപ്പോൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യത്തിലോ, അപ്പൊ അത് എങ്ങനെയാണ് ഇവരിവിടെ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പൊ ഉദ്യോഗസ്ഥർക്ക് ഇത് ക്യാൻസൽ ചെയ്യാം, അതായത് വാലിഡ് ആയിട്ടുള്ള ഒരു സാധനം ക്യാൻസൽ ചെയ്യാം എന്നുള്ള ഒരു നിയമമാണ് വന്നേക്കുന്നത്. ഇതിനു മുന്നേ അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന ഒരു ഇഷ്യൂസും അങ്ങനത്തെ ഒരു സംഭവം എന്റെ അറിവിൽ നടന്നിട്ടില്ല. ഇനി അഥവാ നടന്നിട്ടുണ്ടെന്നുണ്ടോന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഇപ്പോഴത്തെ ഉള്ള സിനാരിയോ ബേസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം, ഇപ്പൊ 2 വർഷത്തേക്കുള്ള സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ 3 വർഷത്തേക്കുള്ള സ്റ്റഡി പെർമിറ്റ്,
ഇപ്പം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 4 വർഷം വരെയൊക്കെ സ്റ്റഡി പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പെർമിറ്റുകൾ ഈ ആൾക്കാർ ഇവിടെ വന്ന ശേഷം മുങ്ങുകയോ അല്ലെങ്കിൽ ആ കണ്ടീഷൻസിന് ആ വർക്ക് പെർമിറ്റിനകത്ത് പറഞ്ഞേക്കുന്ന അല്ലെ സ്റ്റഡി പെർമിറ്റിനകത്ത് പറഞ്ഞേക്കുന്ന കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്തിട്ട് ചെയ്യുന്നവരെ, അതായത് ഇത് ഈ ലൂപ്പ് ഹോൾസോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഈ ഒരു കാര്യങ്ങളിൽ ഇല്ലീഗലായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്നവരെ ട്രാക്ക് ചെയ്ത് അവരുടെ ഈ ഒരു ഡോക്യുമെന്റ്സ് ക്യാൻസൽ ചെയ്ത ശേഷം അവർ ഡീപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അധികാരം കൊടുക്കാം, അല്ലെ ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ റിവോക്ക് ചെയ്യാനുള്ള ഒരു അധികാരം കൊടുക്കാമെന്നുള്ളൂടെ ഇങ്ങനെയുള്ള വയലേറ്റേഴ്സിന് ഒരു ഇതാണ് അവർ കൊടുക്കുന്നത്, ഒരു സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഇപ്പൊ ഇവിടെ ഉണ്ട്. നമ്മളെ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിട്ടുണ്ട്. 4 ലക്ഷത്തിന് മേളിൽ വാലിഡ് ആയിട്ടുള്ള സ്റ്റഡി പെർമിറ്റ് ഹോൾഡേഴ്സ് ഇപ്പൊ തന്നെ കാനഡയിൽ പഠിക്കുന്നുണ്ടെന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ കണക്ക്. 4 ലക്ഷത്തി മേളിൽ ഉണ്ട്. അതിൽ മേളിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇവിടെ കണ്ടേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെയുള്ള ഈ സ്റ്റഡി പെർമിറ്റ് വയലേഷൻ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വയലേഷൻ ചെയ്ത് നിൽക്കുന്നവരെ പിടിക്കുക, അതിലൂടെ ഒരു വർഷം 10,000 പേരെങ്കിലും അവർക്ക് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ലക്ഷ്യത്തിനാണ് അവരിങ്ങനെ ഒരു പുതിയൊരു നിയമം കൊണ്ടുവന്നത്. കാരണം അത് കാര്യമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗം നടക്കുന്നുണ്ടെന്ന് ഗവൺമെന്റിന് മനസ്സിലായി. അപ്പം നമ്മൾ വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റഡി പെർമിറ്റ് അല്ലെ വർക്ക് പെർമിറ്റിനകത്ത് പറഞ്ഞേക്കുന്ന നിയമം, അതായത് നിങ്ങളുടെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ഓഫ് ക്യാമ്പസ് വർക്ക് എത്ര മണിക്കൂർ ചെയ്യാം, 24 hours ആണ് ഇപ്പം കൊടുത്തിട്ടേക്കുന്നത്. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ സമയം ചെയ്യാതിരിക്കുക, പിന്നെ അനധികൃതമായിട്ടുള്ള ജോബുകളിലൊന്നും പോവാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് ഈ ഒരു വിഷയത്തെ പറ്റി ഇപ്പം ഇത് പുതിയതായിട്ട് വന്ന ഒരു സംഭവമാണ്. അപ്പം അത് ഇനിയിപ്പം അത് ഭാവിയിൽ നമുക്ക് നോക്കേണ്ടി വരും, അത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരും. ഓക്കെ, പ്രധാനമായിട്ടും ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വളരെ കൂടുതലായതുകൊണ്ട് അവരെ സ്വാഭാവികമായും വലിയ രീതിയിൽ ബാധിക്കും. ജഗത്, എന്റെ അടുത്തൊരു സംശയം, സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം ഉണ്ടല്ലോ, SDS, ഇതിനെ കൂടി ഇത് അഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് SDS ക്യാൻസലേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത് എങ്ങനെ അഫക്ട് ചെയ്യും ഇന്ത്യൻ വിദ്യാർത്ഥികളെ എന്ന് കൂടി പറയും. SDS എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്കീമായിരുന്നു. ഇന്ത്യ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ അങ്ങനെ കുറച്ച് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്കീമായിരുന്നു SDS എന്നുള്ള സ്കീം. ആ സ്കീം കഴിഞ്ഞ വർഷം തന്നെ ഇവിടുത്തെ ഗവൺമെന്റ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അപ്പം നമുക്ക് SDS സ്കീം വഴി അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് സ്റ്റഡി പെർമിറ്റ് പ്രോസസ്സ് നമുക്ക് നടക്കുമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതിന്റെ കൂടെ ഡോക്യുമെന്റേഷൻ വർക്കുകളും കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പൊ SDS ടീംസിന് സ്ട്രീമിന് കുറച്ച് ബെഞ്ച് മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം IELTS ഒരു നല്ല സ്കോർ വേണം, 6 above സ്കോർ വേണം. അപ്പൊ അങ്ങനത്തെ ഉള്ള കുറച്ച് ഇത് വെച്ചിട്ട് ഇന്ത്യൻസിനും പ്രിഫറബിൾ ആയിട്ട് ഒരു സ്കീം ആയിരുന്നു SDS ഉണ്ടായിരുന്നു. പക്ഷെ ആ SDS സ്കീം ഇപ്പൊ അവർ എടുത്തു കളഞ്ഞേക്കുവാണ്. അതിനോടൊപ്പം തന്നെ മാർക്ക് മില്ലർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയുള്ള കോളേജുകളും യൂണിവേഴ്സിറ്റികളും മറ്റുള്ള രാജ്യത്തുനിന്നും വിദ്യാർത്ഥികളെ കൊണ്ടുവരണം. SDS ഉള്ള സ്കീം ഇപ്പൊ ഇല്ല. അപ്പം ഇപ്പൊ ഏത് രാജ്യത്തിന് അപേക്ഷിച്ച് കഴിഞ്ഞാലും നോർമൽ സ്കീമിലാണ് അപേക്ഷിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കാനഡയിലോട്ട് ആരെങ്കിലും പഠിക്കാനോ വല്ല വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉള്ള IRCC അപ്രൂവ്ഡ് ആയിട്ടുള്ള ലോയേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. ഈ പറഞ്ഞ പോലെ കമ്മീഷനെ പറ്റിയിട്ട് വിദ്യാർത്ഥികളെ കയറ്റിവിടുന്ന ഏജൻസികളിലൊക്കെ പോയി വഞ്ചിതരാവാതിരിക്കാൻ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. പലപ്പോഴും നമ്മൾ ഇതിനു മുൻപും സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പല ഏജൻസികളും വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനായി പേരെടുത്തിട്ടുള്ള വളരെ പ്രശസ്തരായ പല ഏജൻസികളും കുട്ടികളോട് പറയുന്നത്, ഇപ്പൊ നിലവിൽ പോകുന്ന കോഴ്സ് ജസ്റ്റ് ഫാബ്രിക്. നിങ്ങൾക്ക് കാനഡയിൽ പോയി ജോലി ചെയ്ത് സെറ്റിൽ ആവാൻ കാനഡ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് PR ഒന്നും കൊണ്ടുവന്ന് ജോലി വിസ കിട്ടാത്ത സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് കോഴ്സ് എടുത്ത് പോവുക, അതിനുശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പെർമനന്റ് റെസിഡൻസി കിട്ടുന്ന ഒരു PR കിട്ടുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാനഡയിൽ സുഖജീവിതം, ഏറ്റവും കൂടിയ സമയം നമുക്ക് പണിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് കിട്ടുന്ന മിച്ചം പിടിക്കുന്ന ലക്ഷങ്ങളായിരിക്കും. ഈ ലക്ഷങ്ങൾ കൊണ്ട് എത്രയും വേഗം നമുക്ക് നാട്ടിലെ ലോണും കടമെടുത്ത് അടച്ചു തീർക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് കുട്ടികളെ വിടുന്നത്. സത്യത്തിൽ ഇങ്ങനെ പോകാൻ വിചാരിക്കുന്ന ഒരു ഭൂരിപക്ഷം ആളുകൾ ഇനിയും ഉണ്ട് ഈ നാട്ടിൽ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇനി എന്ത് ശ്രദ്ധിക്കണം? അപ്പൊ ഇത്രയും നാൾ ഈ ഏജൻസികൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഇനി വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ? ഏജൻസികൾ എപ്പോഴും അവരവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ഏജൻസ് ആർ നോട്ട് ഡൂയിങ് ചാരിറ്റി. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളതിനു വേണ്ടി എന്തൊരു കാര്യത്തിന് വേണ്ടിയും ഇറങ്ങി പുറപ്പെടും. ഇപ്പം എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഉപദേശം അല്ലെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇപ്പം
പറയാൻ പറ്റുന്ന ഇവിടുത്തെ സിനാരി മനസ്സിലാക്കിയ ശേഷം എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഏജൻസിന്റെ അടുത്ത് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പോവാം, നമുക്ക് ആ കാര്യങ്ങൾ അന്വേഷിക്കാം, അപ്പൊ അവരുമായിട്ട് ചോദിക്കാം. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു CV തയ്യാറാക്കണം. നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു CV നമ്മൾ തയ്യാറാക്കണം. അതിനകത്ത് നമ്മുടെ അച്ചീവ്മെന്റ്സും പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ അക്കോംപ്ലിമെന്റ്സും സർട്ടിഫിക്കേഷൻസും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയ ശേഷം ഒരു CV തയ്യാറാക്കിയ ശേഷം നമ്മൾ നമ്മളുടെ ആ CVക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കോഴ്സുകൾ ഏതൊക്കെയുണ്ടെന്ന് ഒന്നുകിൽ നമുക്ക് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ChatGPT പോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ CV അതിനകത്തൊന്ന് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT തന്നെ നമുക്ക് പറഞ്ഞു തരും നമുക്ക് പറ്റിയ കോഴ്സുകൾ ഏതൊക്കെയാണ്, നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും. നിങ്ങളിപ്പം ഈ പറഞ്ഞ പോലെ അല്പജ്ഞാനികളായിട്ടുള്ള ഏജൻസികളുടെ അടുത്ത് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള വാർത്തകളും അല്ലെങ്കിൽ അതുപോലുള്ള പരസ്യങ്ങളും ചെയ്തിട്ട് അവിടെ കോൾ സെന്റർ പോലെ ആൾക്കാരെ ഇരുത്തി ഇങ്ങനെ വിദ്യാർത്ഥികളെ വലവീശി പിടിക്കുന്ന പരിപാടികൾക്ക് പോവാതെ നിങ്ങളൊരു AI ചാറ്റ് നിങ്ങൾക്ക് തന്നെ നോക്കാം. ChatGPT ഇപ്പൊ എല്ലാവർക്കും അറിയാം ChatGPT ഒക്കെ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ അതുപോലെ ChatGPT ആയിട്ടുള്ള ഒരു ഇതിനകത്ത് നമ്മൾ നമ്മുടെ റെസ്യൂമെ നമ്മൾ അല്ലെങ്കിൽ CV നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇന്ററാക്റ്റീവ് ചാറ്റ് നടത്തി കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഒരു ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ സൂക്ഷിച്ച ശേഷം അത് വെച്ചിട്ട് നമുക്ക് അത് അവർ തരുന്ന ലിങ്കുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് പോയി ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ വല്ല വീഡിയോസോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലുള്ള പ്ലാറ്റ്ഫോമുകളോ പേജുകളോ ഒക്കെ പോയി നമുക്ക് സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പണിയെടുക്കണം, അതല്ലാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നാണ്. അപ്പം എപ്പോഴും നമ്മൾ ഒരു പ്രൊആക്റ്റീവായിട്ട് നമ്മൾ വർക്ക് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്ന ഡേറ്റ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. അതിനകത്ത് നമ്മളൊരു നിഗമനത്തിൽ എത്തിച്ചേരുക. അതായത് ഈ അഡ്മിഷൻ പ്രോസസ് എന്ന് പറയുന്നത് കുറച്ച് ലോങ് പ്രോസസ് ആണ്. നമ്മൾ ചിലപ്പോൾ ഒരു 6 മാസം വരെ 8 മാസം വരെയൊക്കെ ചിലപ്പോൾ റിസർച്ച് ചെയ്താൽ മാത്രമേ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ +2 ഒക്കെ കഴിഞ്ഞ പിള്ളേർ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇതുപോലുള്ള എന്തെങ്കിലും കോഴ്സുകളൊക്കെ എടുത്ത് ഇവിടെ വന്ന് അങ്ങനെയുള്ള കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ് എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അങ്ങനെയുള്ള ധാരാളം കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒന്നും കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള സ്കില്ലും ഒരു എക്സ്പീരിയൻസും ഒന്നും ഇല്ല. അവർ ഇവിടെ വന്ന ശേഷം അവർക്ക് ഒരു നല്ല ഒരു പാർട്ട് ടൈം ജോബ് പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസോ സ്കില്ലോ ഉള്ളവരെയൊക്കെ മാത്രമേ ഇവിടെ ഹയർ ചെയ്യത്തുള്ളൂ. അവര് അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാൻ വന്ന ഒരു 2 വർഷത്തേക്കുള്ള ഏതെങ്കിലും കോളേജിൽ വന്നിട്ട് ഒരു കോഴ്സ് പഠിക്കാൻ ഒരു ഏജൻസി വഴി ഇവിടെ വന്നു. ആ കോഴ്സ് പഠിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ വലിയ സിറ്റിയിലായിരിക്കും, ടൊറന്റോ അല്ലെങ്കിൽ വാൻകൂവറോ അല്ലെങ്കിൽ കാൽഗറി പോലുള്ള വലിയ സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മളെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ പഠിക്കാനും വരുന്നുണ്ട്. അപ്പൊ അവർക്കെല്ലാം ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള സ്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്കില്ല് കാണത്തില്ല. നമുക്ക് എന്തെങ്കിലും സ്കില്ല് വേണ്ടേ? ഇപ്പൊ നമ്മളൊരു റെസ്റ്റോറന്റിൽ പോയിട്ട് ഒരു വെയിറ്റിംഗിന്റെ ജോബ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുക്കിന്റെ ജോബ് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ അച്ഛനും അമ്മയും വാരി കൊടുത്ത് വിടുന്ന പിള്ളേർക്ക് സ്വന്തമായിട്ട് കഴിക്കുന്ന പാത്രം പോലും കഴുകി വെക്കാൻ പറ്റാത്ത പിള്ളേർ ഇവിടെ വന്നിട്ട് വെയിറ്റിംഗിന്റെ ജോബ് ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് ഡിസ്ഹാർട്ടനിങ്. അവിടെ അവരുടെ ഒരു ഒരു ആ ഒരു മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിനെ അത് ബാധിക്കും. ബട്ട് സ്റ്റിൽ ഈ ദിസ് കൺട്രി ഈ രാജ്യത്തിൽ എല്ലാവർക്കും ഒരു റെസ്പെക്ട് ഉണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ ഹൗസ് കീപ്പിംഗിന്റെ ജോബ് ചെയ്യുകയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുഡ് കൗണ്ടർ അറ്റൻഡന്റിന്റെ ജോബ് ചെയ്യുകയാണെങ്കിൽ ഏത് ജോബ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെസ്പെക്ടബിൾ ആയിട്ടുള്ള സാലറിയും നിങ്ങൾക്ക് കിട്ടും. ഒരു പെർ അവറിന് ഇത്ര ഡോളർ വെച്ചിട്ടുള്ള ഒരു സാലറിയും നിങ്ങൾക്ക് കൊടുക്കും. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ജോബ് ഈസ് റെസ്പെക്ട്ഫുൾ. ബട്ട് അത് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടോ? അതിന് തയ്യാറായിട്ടാണോ ഈ കുട്ടികൾ ഇവിടെ വരുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനം എന്തെങ്കിലും ഇവർക്ക് കിട്ടുന്നുണ്ടോ? കാരണം ഇങ്ങനത്തുള്ള പെട്ടെന്ന് ചിലപ്പോൾ ഒരു ജോബിൽ ചിലപ്പോൾ ലാൻഡ് ചെയ്തെന്നിരിക്കാം 5 lakh. ബട്ട് ആ ജോബിൽ സസ്റ്റെയിൻ ചെയ്യാനുള്ള സ്കില്ലുണ്ടോ? അതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് തന്നെ ഈ +2 കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ വരുന്നതിനെക്കാട്ടും നല്ലത് പറ്റുന്നുണ്ടെങ്കിൽ നാട്ടില് എന്തെങ്കിലും ഒരു കോഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോബിനോ എന്തെങ്കിലും ഒന്ന് പോയി ഒരു സെയിൽസ് ജോബ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ആണെങ്കിൽ ഒരു വർഷം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രി എടുക്കുക. ആ ഒരു ഡിഗ്രി എടുത്ത ശേഷം ഒരു വർഷത്തേക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ ശേഷം ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. ഒത്തിരി യൂണിവേഴ്സിറ്റി പോലെ ഒത്തിരിയും കൂടുതൽ യൂണിവേഴ്സിറ്റികളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കോഴ്സുകൾ അപ്ലൈ ചെയ്തു അങ്ങനെ ഗവൺമെന്റ് ഫണ്ടഡ് യൂണിവേഴ്സിറ്റികളാണെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഗ്രാജുവേറ്റ് കോഴ്സ് നമുക്ക് ചേരാൻ പറ്റും. എസ്പെഷ്യലി സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്റ്റിൽ സ്റ്റെം ഫീൽഡിൽ നല്ല അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. അതായത്
ഇതിന്റെ കോൺസിക്വൻസസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏജൻസികൾ ഇപ്പൊ തന്നെ ഓൾറെഡി കുറെ വിദ്യാർത്ഥികൾ അടുത്ത ടേമിലേക്ക് പോകാൻ വേണ്ടി IELTS ക്ലാസ്സുകൾക്ക് പോകുന്നവരുണ്ടാവും. പണം കൊടുത്തവരുണ്ടാവും. പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയായി നമുക്കറിയാം മാർച്ച് ഏപ്രിൽ ഇന്ത്യക്ക് അല്ലെങ്കിൽ തൊട്ടടുത്തൊരു ചെറിയ ഇന്ത്യക്ക്, അത് കഴിയുമ്പോഴത്തേന് ഒക്ടോബറിലാവുന്ന സമയത്ത് അടുത്ത മെയിൻ ഇന്ത്യക്ക്, ഇങ്ങനെ പല ഇൻടേക്കുകളാണല്ലോ ഉള്ളത്. അപ്പം ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ചെയ്ത് കഴിഞ്ഞ് പോകാൻ നിൽക്കുന്നവരുണ്ട്. അപ്പം ഇവർക്കൊക്കെ വലിയ രീതിയിലുള്ള കോൺസിക്വൻസസ് വലിയ രീതിയിലല്ലേ ബാധിക്കാൻ പോവുക. അപ്പം ഇങ്ങനെ വിദേശത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വിദേശത്ത് പോയി ഈ പറഞ്ഞ പോലെ റെസ്റ്റോറന്റ് ജോബ് ചെയ്തിട്ടാണെങ്കിലും നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കണം എന്ന് വിചാരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഏത് രീതിയിൽ അഫക്ട് ചെയ്യും? നമുക്കൊരു ഗൾഫിൽ കണ്ടെന്ന് വെച്ചാൽ ജോലിക്ക് വേണ്ടി പോയിരുന്ന ആളുകളാണ്. ഇവിടെ പഠിക്കാൻ പോയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് നാട്ടിലേക്ക് പൈസ അയക്കാൻ പോകുന്നവരാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. ഇതിന്റെ ഒരു കോൺസിക്വൻസസ്, ലോങ് ടൈം കോൺസിക്വൻസ് എന്തായിരിക്കും? ഇപ്പം പുതുതായിട്ട് വരുന്നവർക്ക് ഇപ്പം ആൾറെഡി പൈസയൊക്കെ കൊടുത്തവർക്ക് എനിക്ക് ഇനിയൊന്നും പറയാനില്ല. കാരണം അവരുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ബട്ട് ഇനിയും ചിന്തിക്കാം, ഒരു രണ്ടാമതും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കാം. കാരണം സെപ്റ്റംബർ Also one ഇന്ത്യക്ക് more വേണ്ടി thing, is it safe to go to Canada for your higher studies? ഇനിയുള്ള അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ കണ്ടീഷൻ വെച്ചിട്ട്. ഒബ്വിയസ്ലി കാനഡയിൽ ഹയർ സ്റ്റഡീസിന് പോകുന്നതിനകത്ത് തെറ്റുന്നുണ്ടെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. കാനഡ എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഇവിടെ ഉള്ളത്. എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ വളരെ റെപ്യൂട്ടഡ് ആണ്. ഇവിടുത്തെ കോഴ്സും കരിക്കുലവും എല്ലാം ഹൈലി ഇൻഡസ്ട്രി ഓറിയന്റഡ് ആണ്. നമ്മുടെ ഇന്ത്യയിലെ പോലൊന്നും അല്ലാണ്. ഇവിടെ നല്ല ഒരു സപ്പോർട്ട് ഉണ്ട്. ഇപ്പം അതിന്റെ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ഫീൽഡ്. ആ ഫീൽഡിൽ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ PG കോഴ്സോ അല്ലെങ്കിൽ UG കോഴ്സോ ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന ശേഷം അവിടെ പഠിക്കാം. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല എക്സ്പോഷർ കൂടെ കിട്ടും. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങളെ കോൺഫറൻസ് അങ്ങനത്തുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസിന് നിങ്ങളെ എപ്പോഴും യൂണിവേഴ്സിറ്റീസ് പ്രൊമോട്ട് ചെയ്യും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കോളേജിൽ പോവുക, പഠിക്കുക ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുക, അതുമായിട്ട് റോഡിലോട്ട് വരിക, പിന്നെ ജോലിക്ക് വേണ്ടി തപ്പി നടക്കുക. നമ്മുടെ നാട്ടിൽ കോ ഇന്റേൺഷിപ്പ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇപ്പം ഈയിടയ്ക്കാണ് അങ്ങനത്തെ ഉള്ള തുടങ്ങിയത്. വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ മാത്രമേ അങ്ങനെയൊക്കെ ഉള്ളൂ. ഈവൻ നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലൊന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പ്രോജക്റ്റുകളൊക്കെ ചെയ്യുക, അതൊന്നും നമ്മുടെ പിന്നീടുള്ള ലൈഫിൽ നമുക്ക് അതിന്റെ ഒരു ഉപകാരമില്ല. ബട്ട് ഇവിടെ വന്നിട്ട് എസ്പെഷ്യലി US കാനഡ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരു നല്ല വാല്യൂ തരും. കാരണം നമ്മളൊരു കോപ്പ് പ്രോഗ്രാം ഒക്കെ എടുത്തിട്ട് ഇവിടെ വർക്ക് ചെയ്യാന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ നല്ല കമ്പനിയിൽ പോയി നമുക്ക് വർക്ക് ചെയ്യാം. അതിലൂടെ നമുക്ക് ഇന്റേൺഷിപ്പ് എടുക്കാം. അപ്പൊ ആ ഇന്റേൺഷിപ്പ് എടുത്ത ശേഷം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ആ കമ്പനി തന്നെ ചിലപ്പോൾ നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നിരിക്കും. അതൊക്കെ ഒരു നല്ല ഇതാണ്. കാരണം നമ്മൾ ഒരിക്കലും പഠിച്ച ശേഷം നമ്മൾ ആ സർട്ടിഫിക്കറ്റുമായിട്ട് ചിലപ്പോൾ നടക്കണ്ട. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ട് എത്രയോ ആൾക്കാർ പണിയൊന്നുമില്ല നടക്കുന്ന പോലെ ഒന്നും നടക്കേണ്ടി വരത്തില്ല. നമ്മൾ അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് നമ്മൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നെ നിങ്ങൾ ഇപ്പൊ മാസ്റ്റേഴ്സ് അല്ലെ PhD ഒക്കെ പഠിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നല്ല ഫണ്ടിങ്ങിനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം ഇവിടെ വെള്ളക്കാർ സ്റ്റുഡൻസ് അധികം യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഒന്നും പഠിക്കാറില്ല. എസ്പെഷ്യലി ഇവിടെ കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും പഠിക്കുന്നത് പാകിസ്ഥാനീസ്, ഇറാനി, പിന്നെ ഇന്ത്യൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകളൊക്കെ ഇഷ്ടം പോലെ ബാക്കിയുള്ള രാജ്യത്തുള്ള സ്റ്റുഡൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിലൊക്കെ ചൈനീസ് സ്റ്റുഡൻസ് ഉണ്ട്, വിയറ്റ്നാമീസ് സ്റ്റുഡൻസ് ഉണ്ട്, പിന്നെ ഇന്ത്യൻസ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ പ്രാവശ്യത്തെ ഇന്ത്യയിൽ വളരെ കുറവാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല സ്കോപ്പാണ്. അവർക്ക് ഈ പറഞ്ഞ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഒബ്വിയസ്ലി ഒരു നല്ല യൂണിവേഴ്സിറ്റി, റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ പിന്നെ വിസ ഓഫീസർ നിങ്ങളെ സ്ക്രൂട്ടിനി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളുടെ എൻറോൾഡ് ആണോ അവർ നോക്കും. എൻറോൾഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു വിഷയമില്ല. പിന്നെ അത് മാത്രമല്ല, ഇതുപോലത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ എടുത്ത് നമ്മൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് യൂണിവേഴ്സിറ്റികൾ നമുക്ക് ഫണ്ടിങ് നമ്മളെ സഹായിക്കും. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വന്നു എന്തെങ്കിലും ഫീസ് അടയ്ക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അവര് ബർസറീസ് തരും, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് തരും. ഫീസ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പിന്നെ നിങ്ങൾ അഥവാ നിങ്ങൾ ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലെറ്ററോ അല്ലെങ്കിൽ ഇമെയിലോ അയച്ച് നിങ്ങളുടെ ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫീ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ ശേഷം പറയാം എനിക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്നെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ കുറച്ച് ഫീവറൊക്കെ തന്നൊക്കെ ഇരിക്കും. അങ്ങനത്തെ ചാൻസുകളൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ കോളേജ്, കമ്മീഷൻ ബേസ്ഡ് കോളേജിൽ പോകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങളുടെ പൈസ എല്ലാം അവർ വാങ്ങിച്ചെടുത്തു. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ പിന്നെ നമ്മൾ അവർ പറയുന്ന പോലെ നിന്ന് കേട്ട് എന്തെങ്കിലും ജോബ് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട് വഴി അടിച്ചു വരുന്ന പിള്ളേർക്ക് ഇതൊരു
ബുദ്ധിമുട്ട് തന്നെയാണ്. അത് അവർ ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ജഗത് കുട്ടികളെ. ജഗത് ഇത് ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് ഇങ്ങനത്തെ ഒരു പെർമിറ്റുകൾ റദ്ദാക്കുകയും സ്റ്റുഡൻസിനെ ലിമിറ്റ് ചെയ്യാനുള്ള കാനഡയുടെ തീരുമാനം? ഇത് എന്റെ ഒരു പശ്ചാത്തലം കൂടി പറയാമോ? എന്തിന്റെ അവർക്ക് ഇന്ത്യയോടുള്ള, പ്രത്യേകിച്ച് അവർ എപ്പോഴും സംസാരിക്കുമ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്നൊക്കെ എടുത്ത് തന്നെ പറയുന്നുണ്ട്. ഇതിനൊരു പൊളിറ്റിക്കൽ റീസൺ ഉണ്ടോ, അതോ ടോട്ടലി ഈ ഒരു ഏരിയ കുറച്ചുകൂടി എന്താ പറയുക ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണോ? എന്താണ് നിലവിൽ അതിന്റെ ഒരു പശ്ചാത്തലം? എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഗവൺമെന്റിനോട് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ട്രബിൾസ് ഉണ്ടായിരുന്നു. ബട്ട് അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഉപദ്രവിക്കണമെന്നൊന്നും അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് എന്റെ തോന്നലായിരിക്കും, മറിച്ചാണെങ്കിൽ ക്ഷമിക്കുക. ബട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റം കുറച്ച് ബ്രോക്ക് ആണെന്നാണ് ഇവിടുള്ള ഒരു പൊതുവേ ഇവിടുത്തെ വെള്ളക്കാരുടെയൊക്കെ ഒരു അഭിപ്രായം. കാരണം ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഇവിടെ വന്ന ശേഷം പിന്നെ വെള്ളക്കാർ പിള്ളേർക്ക് തന്നെ ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി കമന്റ്സുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. പിന്നെ ഉദാഹരണത്തിന് ഇവിടെ ടിം ഹോട്ടൺസ് അല്ലെന്നുണ്ടെങ്കിൽ മെക്ഡൊണാൾഡ്സ് പോലത്തുള്ള റെസ്റ്റോറന്റിലെല്ലാം ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ കൂടുതലും ഇന്ത്യക്കാര് കുട്ടികളാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ വെള്ളക്കാർക്കൊന്നും വന്ന് ജോലി, ഒരു കൾച്ചറൽ ക്ലാഷ്, ഒരു കൾച്ചറൽ വാർ നടക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. എസ്പെഷ്യലി വലിയ വലിയ സിറ്റീസിലൊക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയ വീഡിയോസും കാണുന്നുണ്ട്. ഇപ്പം പല ഇന്ത്യൻ സെലിബ്രേഷൻസും അതും ഇതൊക്കെ നടക്കുമ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് അവർ ചിലപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻസോ അല്ലെങ്കിൽ നിയമമൊക്കെ അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ആ സെലിബ്രേഷൻസ് നടത്തുന്നത്. അപ്പൊ അങ്ങനത്തെ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ കുറെ ഹേറ്റ് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് ഫ്രസ്ട്രേഷൻ ഇവിടെയുള്ള ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ക്രൈസിസ്, പിന്നെ ഒരു ഹൗസിംഗ് ക്രൈസിസ് ഒക്കെയാണ് ഈ ഇങ്ങനത്തെ ഉള്ള ഒരു സംഭവത്തെ ട്രിഗർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ആയിരിക്കണം. കാരണം ഇവിടെ കുറച്ച് നാൾക്ക് മുന്നേ, അതായത് 2023 ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഹൗസിംഗ് പ്രൈസ് വളരെയധികം ക്ലൈം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടുകൾക്ക് വിൽക്കാനൊക്കെ നോക്കുന്ന സമയത്ത്, വാങ്ങിക്കാനൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ഒരു ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഹൗസിംഗ് പ്രൈസ് ആയിരുന്നു ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ ഹൗസിംഗ് പ്രൈസസുകൾ ഉള്ളത് ടൊറന്റോയിലും വാൻകൂവറിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ്. ഏറ്റവും വലിയ റെന്റും അവിടെ ഒത്തിരി കൂടി. അപ്പം ഈ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ ഇല്ലാത്തതാണ് അതിനുള്ള മെയിൻ കാരണം. അപ്പൊ അത് കാരണം ഈ ഹൗസിംഗ് ക്രൈസിസ് കൂടിയപ്പം, ഈ വാടക കൂടിയപ്പം ഇവിടെ കനേഡിയൻസിന് പോലും വാടക കൊടുത്ത് താമസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അത് വന്ന സമയത്ത് ഗവൺമെന്റിന് ഇതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഈ ടെമ്പററി ആയിട്ട് വരുന്ന ആൾക്കാർ പിന്നെ പെർമനന്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു റേഷ്യോയിൽ ഒത്തിരി ഒരു ഡിസ്ക്രിപ്പൻസി സംഭവിച്ചു. കാരണം ഒരു വർഷം ഒരു 3-4 ലക്ഷം സ്റ്റുഡൻസിന് തന്നെ നമ്മൾ പെർമിറ്റ് കൊടുത്തിട്ട് പിന്നെ ഒരു 2-3 ലക്ഷം ടെമ്പററി വർക്കേഴ്സിനും അത് വർക്ക് വിസയും കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ആൾക്കാർക്ക് പി ആറിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കോമഡേഷൻ സ്പേസ് ഇവിടെ ഇല്ല. അവര് ലിമിറ്റ് ചെയ്തിട്ടാണ് പി ആർ കൊടുക്കുന്നത്. ഒരു 3 ലക്ഷം അല്ലെങ്കിൽ ഒരു 4 ലക്ഷം ആൾക്കാർക്കാണ് പി ആർ കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഡബിൾ ആൾക്കാരെ ഇവിടെ ടെമ്പററി ഈ സ്റ്റുഡന്റ് ആയിട്ടും ടെമ്പററി വർക്കറായിട്ടും വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു ഇമിഗ്രേഷൻ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള ഒരു എഫിഷ്യൻസി അത് ബാധിച്ചെന്ന് ഗവൺമെന്റിന് മനസ്സിലായി. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ പൊതുജനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും എല്ലാം കണക്കാക്കിക്കൊണ്ടാണ് അവര് ഈ ഒരു ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യുമെന്ന് പറയുന്നത്. ബട്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പം ഇവിടെ വന്ന വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ കുറച്ച് അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഫ്യൂച്ചർ? എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്താണ് നമുക്കിതൊരു വലിയൊരു ക്രൈസിസ് ആണത്. പ്രത്യേകിച്ച് അത് നമ്മുടെ നാട്ടിലൊരു ബിസിനസ് ഏരിയ കൂടിയാണ്. ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യമായിരുന്നു. അറ്റ് ദി സെയിം ടൈം വീട് പണയം വെച്ചിട്ടാണ് ഉള്ള പ്രോപ്പർട്ടി പണയം വെച്ചിട്ടാണ് വലിയ തുകകൾ എടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നത്. ഇങ്ങനെ പെർമിറ്റുകൾ, പ്രത്യേകിച്ച് ETS-ഉം TRVS ഒക്കെ അവര് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം വരുമ്പോ ഇത് എങ്ങനെയായിരിക്കും ഫ്യൂച്ചറിൽ അഫക്ട് ചെയ്യുക? അല്ലെങ്കിൽ ഇനി എന്താണ് നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് എന്നൂടെ പറഞ്ഞിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ചർച്ച പൂർത്തിയാവൂ. കുട്ടികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, അവരുടെ ആ പെർമിറ്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്യാതിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഒരു കോഴ്സ്, അത് നിങ്ങൾ ഓൾറെഡി ഇവിടെ എത്തിച്ചേർന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ IRCC ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനത്തെ ഉള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ നിന്ന് മാത്രം ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പിന്നീട് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു ഹയർ എഡ്യൂക്കേഷന് പോകാൻ പറ്റും. ഇപ്പം ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ നാട്ടിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ വന്ന പഠിച്ചവരാണെങ്കിൽ ഒരു മാസ്റ്റേഴ്സിന് പറ്റുമോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു പോവുക. അതിനുശേഷം ഒരു യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയ ശേഷം കുറച്ചുകൂടി നല്ല നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്ക്
നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിമാൻഡുള്ള ജോബുകളിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ള പല ഫാൻസി ആയിട്ടുള്ള കോഴ്സുകൾ കൂടെ നടത്തുന്നുണ്ട്. പ്രൊജക്ട് മാനേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് കുറെ കോഴ്സുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ കോഴ്സുകൾ വാല്യൂ ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വല്ല ട്രേഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുക, അല്ലെങ്കിൽ കാർപ്പൻട്രിയോ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ അങ്ങനത്തെ ട്രേഡ് കോഴ്സ് എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കോഴ്സുകൾ എടുക്കുക. അതിനുശേഷം അത് പഠിച്ചിട്ട് അതിന്റെ ജോബ് പ്രോസ്പെക്ട് നോക്കിയ ശേഷം ആ ഫീൽഡിലോട്ട് സ്വിച്ച് ചെയ്യുക. പിന്നെ ഓൾറെഡി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഈ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വെബ്സൈറ്റുകളും എല്ലാം കൃത്യമായിട്ട് പരിശോധിക്കുക. നമ്മുടെ പ്രൊഫൈൽ അതിനായിട്ട് മാച്ചിങ് നോക്കും. മാച്ച് ആവുന്നില്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ അത് മാച്ച് ആക്കുന്ന രീതിയിൽ നമ്മൾ ജോബുകൾ മാറുകയോ അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്കില്ലുകൾ നേടുകയോ അല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട അത് ഇംപ്രൂവ് ചെയ്യുകയോ പോയിന്റുകൾ കൂടുതൽ എടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു പ്രോസ്പെക്ട് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പം പല രീതിയിൽ ഒരു കോമ്പിനേഷൻസ് ഓഫ് വേ ആണ്. അതായത് ഓരോരുടെ പ്രൊഫൈലിലും ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ കഴിവിനനുസരിച്ച് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പ്രൊഫൈലിന്റെ ഒരു ഇതനുസരിച്ചിട്ടിരിക്കും, ഒരു വാല്യൂ അനുസരിച്ചിരിക്കും നമ്മുടെ സിസ്റ്റം. ഈ സിസ്റ്റത്തുമായിട്ട് നമുക്കുള്ള അഡാപ്റ്റബിലിറ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഡിവിജ്വൽ സ്കിൽസ് കൂട്ടുക. സ്കിൽ എന്നുള്ളതിന് ഭയങ്കര വാല്യൂ ഉള്ള ഒരു കൺട്രിയാണ് കാനഡ. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ പറഞ്ഞ പോലെ IRCC ഏജൻസോ അങ്ങനത്തുള്ളവരോട്ട് പോയ ശേഷം അവരുമായിട്ട് സംസാരിച്ച് നമ്മളുടെ ആ ഒരു പെർമനന്റ് റെസിഡൻസ് പ്രോഗ്രാം കിട്ടുമെന്നുണ്ടെങ്കിൽ അതിൽ പോവുക. ഇനി ഇതൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസാട്ടണമൊന്നും ആവേണ്ട കാര്യമില്ല. നമുക്ക് കുട്ടികളൊക്കെ ആകുന്നുണ്ട്, ചെറിയ പ്രായമൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊന്നും പ്രശ്നമില്ല. ഒരു 3-4 വർഷം കൂടെ വന്നു, കുറച്ച് പഠിച്ചു, പിന്നെ കുറച്ച് കടബാധ്യതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒബ്വിയസ്ലി ഉണ്ടായെന്ന് വരാം. പിന്നെ അത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോകാന്നുള്ളത് തിരിച്ചു പോയി നാട്ടിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ഒരു ബെറ്റർ ഇത് നോക്കുക. ഇവിടെ ഇല്ലീഗലായിട്ട് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി നല്ലത് നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഒരു വഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് തരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഈ കുട്ടികളുടെ അച്ഛനമ്മമാര് കുട്ടികളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, അത് എസ്പെഷ്യലി കാനഡയുടെ വെബ്സൈറ്റ്, ഗവൺമെന്റ് വെബ്സൈറ്റിൽ കയറിയ ശേഷം പുതിയതായിട്ട് വരുന്ന മാറ്റങ്ങളെല്ലാം അത് നോക്കി മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ജഗത്, ഇത് വലിയൊരു പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇതൊക്കെ സംസാരിക്കാതെ പോകും. അവരെ സംബന്ധിച്ചിടത്തോളം പല പ്രമുഖ ഏജൻസികളുടെയും ഫണ്ടിങ് കൊണ്ട് ചാനൽ റൺ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന പല പ്രതിസന്ധികളെ കുറിച്ചും അവർ മിണ്ടാറില്ല. എന്നാലും നമുക്ക് ഈ വിഷയം സംസാരിച്ചേ മതിയാവുകയുള്ളൂ. ഒരുപാട് സന്തോഷം ജഗത് ഇത്രയും അധികം ഡീറ്റെയിൽ ആയ വിഷയങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.